യമനിൽ ഇസ്രായേൽ സൈന്യം കടുത്ത ആക്രമണം നടത്തുമ്പോഴും ഇസ്രായേലിനെതിരെ നടത്തുന്ന പോരാട്ടം തുടരുമെന്ന് തന്നെ അറിയിക്കുകയാണ് യമനിലെ ഹൂത്തികൾ. ഗാസയിലെ വംശഹത്യ അവസാനിപ്പിക്കുന്നവരെ ഇസ്രായേൽ തങ്ങളുടെ സൈനിക ലക്ഷ്യമായിരിക്കുമെന്ന് ഹൂത്തി രാഷ്ട്രീയ ഉദ്യോഗസ്ഥൻ മുഹമ്മദ് അൽ ബുഖൈദി പറയുന്നു. വ്യാഴാഴ്ച ഇസ്രായേൽ യമനിലെ പ്രധാന മേഖലകളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് യമൻ തലസ്ഥാനമായ സനായിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ചെങ്കടൽ തീരത്തെ തുറമുഖങ്ങളിലും പവർ സ്റ്റേഷനുകളിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം സന വിമാനത്താവളത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ലോകാരോഗ്യ സംഘടന തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രേസിയോസ് സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു. തലനാരിഴക്കാണ് അദ്ദേഹം ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. ടെഡ്രോസും മറ്റ് WHO സഹപ്രവർത്തകരും വിമാനത്തിൽ കയറാൻ പോകുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ വിമാനത്തിലെ ഒരു ജീവനക്കാരന് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് ഹൂത്തികളെ ആക്രമിക്കുന്നത് തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹൂത്തികൾ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചിരുന്നു. എന്നാൽ അത് രാജ്യത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തടഞ്ഞുവെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചതിൽ താൻ അതീവ ആശങ്കാകുലനാണെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറയുന്നുണ്ട്. വിമാനത്താവളത്തിലെയും തുറമുഖങ്ങളിലെയും ആക്രമണങ്ങൾ ഭയാനകമാണ്. ഇത് ഗുരുതരമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നെന്നും അദ്ദേഹം പറയുന്നു. ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തി സംഘം ഒരു വർഷത്തിലേറെയായി ഗാസക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്. ഇസ്രായേലിൽ മാത്രമല്ല ഹൂതികൾ ആക്രമണം നടത്തുന്നത്. ചെങ്കടൽ വഴി കടന്നുപോകുന്ന ഇസ്രായേൽ അമേരിക്കൻ ബന്ധമുള്ള എല്ലാ ഷിപ്പുകളെയും അവർ ആക്രമിക്കുന്നുണ്ട്. അമേരിക്കൻ യുദ്ധക്കപ്പലിനെ വരെ ആക്രമിച്ചവരാണ് യമനിലെ ഹൂതികൾ. ഇതിനിടെ അമേരിക്ക അബദ്ധത്തിൽ തങ്ങളുടെ തന്നെ വിമാനം വെടിവെച്ചിട്ടു എന്നൊരു വാർത്തയും ഉണ്ടായിരുന്നു. എന്നാൽ ഹൂത്തികളാണ് വാസ്തവത്തിൽ അമേരിക്കൻ വിമാനം വെടിവെച്ചിട്ടതെന്നാണ് പറയുന്നത്. താരതമ്യേന ദുർബല വിഭാഗങ്ങളായി കണക്കുകൂട്ടുന്ന ഹൂത്തികൾ തങ്ങളുടെ വിമാനത്തിന് നേർക്ക് ആക്രമണം നടത്തിയെന്നത് അമേരിക്കയ്ക്ക് വളരെയധികം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് അബദ്ധത്തിൽ തങ്ങളുടെ വിമാനം വെടിവെച്ചിട്ടു എന്ന ഗതികെട്ട പ്രസ്താവന അമേരിക്കയ്ക്ക് ഇറക്കേണ്ടി വന്നത്.